Hi, this is Haseena Hussain and welcome to my channel. ഇന്നത്തെ വീഡിയോ നൈറ്റ് ടൈം ഫേസ് കെയർ റൊട്ടീനാണ്. ഫസ്റ്റ് വൺ ക്ലെൻസിങ്ങിന് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അയൂർ ഹെർബൽ ഡീപ്പ് പോർ ക്ലെൻസിങ് മിൽക്കാണ്. ക്ലെൻസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായി ഫേസ് മസ്റ്റായി ക്ലെൻസ് ചെയ്തേക്കണം. കാരണം ദിവസം മുഴുവൻ നിങ്ങളുടെ ഫേസ് ഡേർട്ട്, ബാക്ടീരിയ, പൊല്യൂഷൻ പിന്നെ ഹെവി മേക്കപ്പ് കൊണ്ട് കവറാവും. ക്ലെൻസിങ് ചെയ്യുന്നത് കൊണ്ട് ഈ ഇംപ്യൂരിറ്റീസ് ഈസിയായി റിമൂവ് ചെയ്ത് സ്കിന്നിന് ഫ്രഷ് ലുക്ക് നൽകും. അയ്യൂർ ക്ലെൻസിങ് മിൽക്ക് യൂസ് ചെയ്ത് ഫേസ് വളരെ ഈസിയായി ക്ലെൻസ് ചെയ്യാം. പിന്നെ ഇത് സ്കിന്നിനെ മോയ്സ്ചർ ചെയ്ത് റിഫ്രഷ് ചെയ്യുകയും ചെയ്യും. ഇത് ഡേർട്ട് ആൻഡ് എക്സസ് ഓയിൽ റിമൂവ് ചെയ്യും. മേക്കപ്പ് റിമൂവർ കൊണ്ട് മേക്കപ്പ് റിമൂവ് ചെയ്ത ശേഷം ഹെയർ ലൈൻസിൽ മറ്റ് പറ്റിപ്പിടിച്ചിരിക്കുന്ന ക്ലീൻ ആവാത്ത മേക്കപ്പ് ഈ ക്ലെൻസർ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യാം. ഇതിൽ അലോവേര, കുക്കുംബർ പിന്നെ റോസ് എസൻസ് സ്കിന്നിനെ ക്ലീൻ ചെയ്ത് ഹെൽത്തി ഗ്ലോവിംഗ് ലുക്ക് നൽകും. ഇതെല്ലാ സ്കിൻ ടൈപ്സിനും സ്യൂട്ടബിൾ ആണ്. കോട്ടൺ വൂൾ ഇല്ലെങ്കിൽ കോട്ടൺ പാഡ് യൂസ് ചെയ്ത് ക്ലെൻസിങ് ക്രീം ഇല്ലെങ്കിൽ ക്ലെൻസിങ് മിൽക്ക് ഫേസിൽ ഡയറക്റ്റായി അപ്ലൈ ചെയ്യുമ്പോൾ ആക്ച്വലി ഡേർട്ട് ആൻഡ് ബാക്ടീരിയ സ്കിന്നിലേക്ക് പുഷ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ക്ലെൻസിങ് മിൽക്ക് യൂസ് ചെയ്യേണ്ട ശരിയായ രീതി, ക്ലെൻസിങ് മിൽക്ക് കുറച്ച് കയ്യിലെടുത്ത ശേഷം നല്ലപോലെ മസാജ് ചെയ്യണം. അതിനുശേഷം കോട്ടൺ പാഡ് യൂസ് ചെയ്ത് വൈപ്പ് ചെയ്ത ശേഷം നോർമൽ വാട്ടർ യൂസ് ചെയ്ത് കഴുകി കളയണം. നെക്സ്റ്റ് വൺ ടോണർ. ഇത് കയ ആക്നി ഫ്രീ പ്യൂരിഫൈയിങ് ടോണറാണ്. ഇത് സ്പ്രേ ടൈപ്പ് ടോണറാണ്. ഇത് ഡയറക്റ്റ്ലി ഫേസിലേക്ക് സ്പ്രേ ചെയ്ത് വൈപ്പ് ചെയ്തെടുക്കാം. ബട്ട് ഇംപ്യൂരിറ്റീസിന് കംപ്ലീറ്റായി റിമൂവ് ചെയ്യാനാവില്ല. ഈ ടോണർ യൂസ് ചെയ്യേണ്ട ശരിയായ രീതി, ഇത് കുറച്ച് കോട്ടൺ പാഡിലേക്ക് എടുത്ത് ഫേസ് മുഴുവൻ പതിയെ വൈപ്പ് ചെയ്ത് എടുക്കണം. ഐ ഏരിയാസ് പിന്നെ ലിപ്പ് ഏരിയാസ് ഒഴിവാക്കണം. ടോണർ ഒരു എക്സ്ട്രാ ക്ലെൻസിങ് പ്രോസസ്സാണ്. ഇത് ഹെവി മേക്കപ്പ് ചെയ്യുന്നവർക്ക് പിന്നെ ഹെവി സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആയ സൺസ്ക്രീൻ ക്രീം, സൺസ്ക്രീൻ ലോഷൻ ചെയ്യുന്നവർക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. ടോണർ സ്കിൻ പോർസിനെ ക്ലീൻ ചെയ്യുകയും ബ്ലാക്ക് ഹെഡ്സ് തടയും പിന്നെ പോർസ് അടഞ്ഞു പോവാതെ സൂക്ഷിക്കുകയും ചെയ്യും. ഈ ടോണർ ഓയിലി സ്കിൻ പിന്നെ ആക്നി പ്രോൺ സ്കിന്നിന് വളരെ യൂസ്ഫുള്ളാണ്. ടോണർ ഡ്രൈ ആവുന്നത് വരെ 1 മിനിറ്റോളം വെയിറ്റ് ചെയ്യുക. ഇത് ഡ്രൈ ആയതിനു ശേഷം ഫേസ് വാഷ് ചെയ്യാൻ ആവശ്യമില്ല. നെക്സ്റ്റ് വൺ നൈറ്റ് ക്രീം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് lakme അബ്സല്യൂട്ട് പെർഫെക്റ്റ് റേഡിയൻസ് സ്കിൻ ലൈറ്റനിങ് നൈറ്റ് ക്രീമാണ്. നൈറ്റ് ക്രീം രാത്രിയിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ഫേസിൽ ഡ്രൈ പാർട്സിൽ മോയ്സ്ചർ നിലനിൽക്കും. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് നിങ്ങൾക്ക് സോഫ്റ്റ്, ഹൈഡ്രേറ്റഡ് പിന്നെ ബെറ്റർ ലുക്കിംഗ് സ്കിൻ കിട്ടും. രാത്രിയിൽ നൈറ്റ് ക്രീം യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇത് സ്കിൻ ലൂസാവുന്നത് തടയും. AC റൂമിൽ ഹ്യൂമിഡിറ്റി കുറവ് കാരണം സ്കിന്നിൽ നിന്ന് മോയ്സ്ചർ നഷ്ടപ്പെടും. പിന്നെ സ്കിന്നിൽ വ്രിങ്കിൾസ് ഉണ്ടാവും. അങ്ങനെ പതിയെ സ്കിന്നിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഇല്ലാതാവും. സോ നൈറ്റ് ക്രീം കൊളിഗൻ ബൂസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഇത് സ്കിൻ ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കും. ഈ ലാക്മി പെർഫെക്റ്റ് റേഡിയൻസ് ക്രീം സ്കിന്നിൽ വേഗം അബ്സോർബ് ആവുകയും മേറ്റ് ലുക്ക് നൽകും. ഈ ക്രീം അപ്ലൈ ചെയ്ത ശേഷം ഇത് ഓയിലി ക്രീമായോ ഹെവി ക്രീമായോ തോന്നുകയില്ല. ഇത് നോർമൽ സ്കിൻ കോമ്പിനേഷൻ പിന്നെ ഓയിലി സ്കിന്നിന് സ്യൂട്ടബിളാണ്. നെക്സ്റ്റ് വൺ ലിപ് കെയർ. നൈറ്റ് കെയർ റൊട്ടീനിലെ ലിപ് കെയർ വളരെ ആവശ്യമാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് മെബ്ലിൻ ബേബി ലിപ്സ് മോയ്സ്ചറൈസിങ് ലിപ് ബാമാണ്. ഇത് ലിപ്സ് ഡ്രൈ ആവാതെ 8 hours മോയ്സ്ചറൈസ് നൽകും. നെക്സ്റ്റ് വൺ നിവിയ റിപ്പയർ ആൻഡ് കെയർ 48 hours ബോഡി ലോഷനാണ്. ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്ട്സ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. I hope you all like my video. Thanks for watching. See you next video.